ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഉത്സവത്തിന് പോകാൻ കേട്ടോ. ഉത്സവത്തിന് പോകണം, കൂടെ ഒരു അടിപൊളി ചന്ത ഉണ്ട്. ഉത്സവത്തിൻ്റെ ചന്ത ഉണ്ടാവില്ല ഗൈസ്, അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് അമ്മേൻ്റെ നാട്ടിൽ പയ്യോളിക്ക് അടുത്ത് കീഴൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം കീഴൂർ മഹാശിവക്ഷേത്രം അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ ഒരുപാട് നടക്കണം കേട്ടോ അമ്പലത്തിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ എന്തായാലും ചന്തയൊക്കെ ഒന്ന് നമുക്ക് ആസ്വദിച്ച് കാണാമെന്നുള്ള ഉദ്ദേശത്തോടാണ് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഏട്ടനൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ സൈഡിലൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസും പിന്നെ ഒരുപാട് ടോയ്സും പല സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ചന്തേൻ്റെ സൈഡ് അല്ല കേട്ടോ, എന്നാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുന്ന സൈഡിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അലുവ, അച്ചപ്പം, പൊരി, അങ്ങനത്തെ ഒരുപാട് സാധനം. പിന്നെ ഭരത്തുമോനെ കണ്ണ് വെട്ടിച്ച് ഞങ്ങൾ പോകാൻ കേട്ടോ. പിന്നെ അതാ അവിടെ ഫയർ ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെടിക്കെട്ടൊക്കെ നടക്കുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകുമ്പം അവിടെ ഇങ്ങനെ ഒരുപാട് വരവുകളൊക്കെ ഈ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടോ, നോക്കി വെച്ചിട്ടുണ്ട് വരുമ്പം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ പോണ വഴിക്ക് ഇത് അത്ര ഇരുടായിട്ടൊന്നുമില്ല, ഒരു വൈകുന്നേരം ആയതുകൊണ്ട് ഇതത്ര ഭംഗിയില്ല. ഇത് രാത്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യന്ത്രൂഞ്ഞാലും തോണിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗരുഡനെ കണ്ടു, പിന്നെ ഭരത്തുമോൻ്റെ ഒരു ഗൊറില്ല ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് കാഴ്ചകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഗൈസ് ആ അമ്പലത്തിലേക്ക് പോകുമ്പം. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. ഭരത്തുമോനോട് ഒരുപാട് അച്ഛൻ പറഞ്ഞു, മോനെ നീ നടക്കുന്ന, അവൻ നടക്കൂല, അവൻ എടുക്കുക തന്നെ വേണം കേട്ടോ. ഒരുപാട് ആളുകളെ കണ്ടതും പിന്നെ ഒരുപാട് നേരം നടക്കാനുള്ളതുകൊണ്ട് അവന് നല്ല മടിയായിട്ടോ. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് ഒരു വലിയ ആനക്കുട്ട വരുന്നത്. ആ അമ്പലത്തിൽ ഒരു 3, 4, 5 ആനകളുണ്ട് കേട്ടോ. അത് കുറച്ച് വലിയ അമ്പലമാണ്, കുറച്ച് വലിയ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ആനേനൊക്കെ കണ്ട സന്തോഷത്തിൽ അവനിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ കൂടെ. സംഭവം എന്താ വെച്ചാൽ അവൻ വലുതായതിനു ശേഷം കുറച്ച് വിവരം വെച്ചപ്പം ടി വിയിലല്ലാണ്ട് നേരിട്ട് അവൻ ആനേനെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം ഞാനും ഏട്ടന് മാറി എടുത്ത് അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ പയ്യോളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ അവിടെ പോയി പിന്നെ ഞങ്ങൾ തൊഴാൻ പോയപ്പോഴാണ് അവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഉള്ളോട്ട് കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നാദസ്വര കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭരത്തുമോൻ ഡ്രസ്സ് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഉള്ളോട്ട് കയറിയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. പുറമെ ഇതുപോലെ ക്യാമറാമാനൊക്കെ കണ്ടപ്പോൾ ഞാൻ അതുകൊണ്ട് ഫോണിലെടുത്താണ് കേട്ടോ. കണ്ടോ അവിടെ ക്യാമറയിലൊക്കെ ആളെടുക്കുന്നുണ്ട്. അങ്ങനെ ആ തൊഴുതൊക്കെ കഴിഞ്ഞിറങ്ങി ചന്ദനൊക്കെ തൊട്ടപ്പോഴാണ് ആന തിരിച്ച് അമ്പലത്തിലേക്ക് കയറുന്നത് കണ്ട്. അപ്പോഴേക്ക് ഏകദേശം ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് അവിടെ ചന്ത കാണാൻ സൂപ്പർ. 2, 3 യന്ത്രൂഞ്ഞാലും തോണിയും പല ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചിട്ട് ഈ യന്ത്രൂഞ്ഞാലിലൊന്ന് കയറണമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, പിന്നെ മോനെയും കൊണ്ട് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും അവർ കയറ്റൂലല്ലോ. അപ്പോൾ അവൻ താഴെ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് അറിയാത്തതുകൊണ്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ ആനകളെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആന അതിൽ കൂടെ പോകുന്ന കണ്ടപ്പം ഭരത്തുമോന് ആനേനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് ഞാൻ കുറച്ച് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് കഴിച്ച് ഇത് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കായിരുന്നു. ആന പടി ഇറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ ഇത്രയും വലിയൊരു ആനയല്ലേ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകാംക്ഷയോടെ ഞാനും ഭരത്തുമോനും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആന എന്ന് പറയുന്നത് നമുക്കൊരു വികാരം തന്നെയാണല്ലേ. എത്ര കണ്ടാലും നമ്മൾ നോക്കും അയ്യോ ആന എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ ചന്തയിലെത്തി. ചന്തയൊക്കെ നിരീക്ഷിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്ലാൻ എന്താണെന്നായിരുന്നു, യന്ത്രൂഞ്ഞാലിലൊക്കെ ഒന്ന് കയറാമെന്നായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ പ്ലാനും ഞങ്ങൾ മാറ്റി കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുപാട് ചന്ത കാണാനുണ്ട്, പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അത് ഗൊറില്ലേനെ കണ്ടിട്ട് ഭരത്തുമോൻ ഇങ്ങനെ നോക്കി കേട്ടോ. അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ നമ്മളോരോ മുട്ടായികളും അങ്ങനത്തെ പല ടൈംസ്. അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ അവിടെ ഒരു ചെറിയ സ്റ്റാൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇതാ എടുക്കുന്നുണ്ട്. ചായയും എന്തൊക്കെയോ സ്നാക്സൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പാൽച്ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും ചന്ത ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഗൈസ്. അപ്പോൾ ചന്തയിൽ ഒരുപാട് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചന്തയിലൊക്കെ പോലുണ്ടോ? അപ്പോൾ അതാ ഞാൻ അവിടെ നിന്ന് ഒരു ക്രാബും ഒരു കമ്മലും വാങ്ങിയിട്ടോ. അപ്പോൾ ഈ ടൈപ്പ് കമ്മൽ ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ.
ടിക്കും മാലയും കമ്മലും അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു എന്താ പാക്ക് എന്ന് പറയില്ല ഗൈസ്. ഇത് ആൽക്കഹോളിക് സംഭവമല്ല, മധുരത്തിൻ്റെ കേട്ടോ. നമ്മൾ ലേഡീസൊക്കെ കഴിക്കുന്നവരും ഒരുപാട് ലേഡീസ് അവിടെ നിന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങി കഴിച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും ട്രൈ ചെയ്തിട്ട് നല്ല മധുരം. ഏട്ടൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് പറഞ്ഞ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതിലിങ്ങനെ എന്തോ ജീരകവും പിന്നെ വേറെ എന്തൊക്കെയോ മധുരത്തിൻ്റെ സംഭവങ്ങളൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ പൊതിഞ്ഞ് നമുക്ക് തരും കേട്ടോ. അപ്പം 20 രൂപയായിരുന്നു കേട്ടോ ഈ പാക്ക്. ഇത് മധുരപ്പാക്ക്, ഇതിൻ്റെ പാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേര്. എന്തായാലും നല്ല മധുരമായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിട്ടോ. അതിനിടയിൽ അമ്മ പറയുകയാണ് നീ എന്തിനാ ഇങ്ങനത്തെ വാങ്ങി കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് കഴിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ഉള്ളോട്ട് കഴിക്കില്ല, തുപ്പു കേട്ടോ, വായൊക്കെ ഒന്ന് ചോക്കും, ഒരു രസം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതാ ഇവിടെ ഒരു ഇലക്ട്രിക് മാനെ കണ്ടോ ഗൈസ്. ഏട്ടൻ്റെ മേലിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ലൈറ്റ് കത്തും ഗൈസ്. അപ്പോൾ ഏട്ടൻ പറയും ഞാൻ അയൺ മാനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശ. പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ, അതിൻ്റെ കുട്ടൻസ് എനിക്കറിയില്ല. എല്ലാവരും മേലും വെച്ചപ്പോൾ കത്തുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് ഏട്ടൻ്റെ മേൽ വെച്ചാൽ മാത്രമേ കത്തുള്ളൂ എന്ന്. പക്ഷേ ഭരത്തുമോൻ്റെ കയ്യിൽ വെച്ചിട്ട് വരെ അത് കത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് നമ്മളെ ഭരണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു ഭരണിയൊക്കെ വാങ്ങി. പിന്നെ നേരെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ട് നമ്മുടെ ഈ ചന്തയിൽ വന്നാൽ അലുവ വാങ്ങാണ്ട് പോകില്ല എന്നിട്ട് അവർ. അപ്പോൾ ഇവിടെ അലുവ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അലുവ, വറുത്തകായ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്ത് എല്ലാവരും വാങ്ങിക്കുകയും ചെയ്തിട്ടോ. പൂള വറുത്തത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭരത്ത് മോന് കറുത്തലുവ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അലുവയൊക്കെ വാങ്ങി, പിന്നെ വറുത്തകായ അങ്ങനെ എന്തൊക്കെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാനിപൂരി. അപ്പോൾ അവിടെ നല്ലൊരു മലയാളികളുടെ ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ച് അതും കഴിച്ച് പോണ വഴിക്ക് നല്ല അൽഫാമും കുബൂസും ഒക്കെ കഴിച്ചിട്ട് ചന്ത പരിപാടിയോടെ നിർത്തിട്ടോ. ഇത് ഞങ്ങൾ ആ നാട്ടിലെത്താൻ നേരത്ത് കഴിച്ചതാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇന്നത്തെ ചന്ത ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോസിലൂടെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഗായ്സ്.